Good morning all. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ഓക്കേ ഓക്കേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കുറേ പിക്ചേഴ്സ് ഒക്കെ കണ്ടു അല്ലേ? കുറേ ഫ്രൂട്ട്സ്, കുറേ വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സ് നമ്മൾ കണ്ടോ കഴിഞ്ഞ ക്ലാസ്സില്? ഇല്ല അല്ലേ, ഫ്ലവേഴ്സ് നമ്മൾ കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കണ്ടു. അപ്പോൾ ഫ്ലവേഴ്സിന്റെ പിക്ചർ എന്താണ്? അപ്പൊ നമ്മൾ കുറെ ഫ്രൂട്ട്സ്, കുറെ വെജിറ്റബിൾസ്, കുറെ ഫ്ലവേഴ്സും പഠിച്ചു അല്ലേ? ഏതെങ്കിലും ഒരു 5 ഫ്രൂട്ട്സിന്റെ പേര് പറയാമോ ആദിഷ്? 5 ഫ്രൂട്ട്സ്, നെയിംസ് ഓഫ് 5 ഫ്രൂട്ട്സ്. മാംഗോ, ആപ്പിൾ, അല്ല ഇത് ആപ്പിൾ, ഗുവ, പ്ലം, പപ്പായ, പൈനാപ്പിൾ, വാട്ടർമെലൺ. ഓക്കേ, ഇനഫ്. ഓക്കേ, മുഹമ്മദ് റഫാൻ, നേരെ ഇരുന്നേ റഫാൻ. Okay, listen. Can you say the names of 5 vegetables? ഏതെങ്കിലും 5 വെജിറ്റബിൾസിന്റെ പേര് പറയാമോ മോനെ മുഹമ്മദ് റഫാൻ? അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ റഫാൻ. അൺമ്യൂട്ട് ചെയ്യും മോനെ. ഓക്കെ ഓക്കെ, പറഞ്ഞോ. Brinjal, potato, peas, tomato, peas. ഓക്കെ, ഓക്കെ. Then ഹൈജോ, ഏതെങ്കിലും 5 ഫ്ലവേഴ്സിന്റെ പേരൊന്ന് പറഞ്ഞേ ഹൈജോ. Apple. 5 flowers we studied in our last class. Flowers. ടീച്ചർ എന്നാ ചോദിച്ചേ? ചെമ്പരത്തി, പിന്നെ ഹിബിസ്കസ്, കെന്ന, സൺഫ്ലവർ, റോസ്, ലില്ലി, ഡാലിയ, ഫാൻസി, വാട്ടർ ലില്ലി. Okay. അപ്പൊ ചെമ്പരത്തി പൂവുണ്ട്. ചെമ്പരത്തി പൂവാണ് ഹിബിസ്കസ് കേട്ടോ ഹൈജോ. ഓക്കെ, ദെൻ നമ്മള് അപ്പൊ കുറെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സും പഠിച്ചു അല്ലേ? ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി ആനിമൽസ്. നമ്മൾ കുറെ ആനിമൽസിന്റെ പേരുകളാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? ആനിമൽസ് ഉണ്ട്. പിന്നെ എവിടെയാണ് ഉണ്ടാവുക? കാട്ടിലും ഉണ്ടാകാറുണ്ട് അല്ലേ? വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ് അല്ലേ? കാട്ടിൽ തന്നെ താമസിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയാറ്. ആനിമൽസ് ലിവ്സ് ഇൻ ദ ജംഗിൾ. അവരെന്താണ്? കാട്ടിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ ജീവിക്കാണ് ചെയ്യാറ് അല്ലേ? അവരെന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാറുണ്ട് അല്ലേ? സിംഹത്തിനെയും പുലിനെയും ഒക്കെ പേടിയുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോ കാട്ടിൽ തന്നെയുള്ള ഇങ്ങനത്തെ ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാം. അപ്പൊ മിസ് ഇന്ന് എന്തുണ്ട്? കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, മിസ് ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി ഇത് എന്ത് ആനിമൽ ആണ് എന്നുള്ളത്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? കാണാൻ പറ്റുന്നില്ലേ? എന്താണിത്? ഇത് എന്ത് ആനിമൽ ആണ് ലുബാബ? ലയൺ. Yeah, this is lion. ഇത്
ലയൺ ആണ് അല്ലേ? ഇത് എവിടെയാണ് ഉണ്ടാവുക? ലിവ്സ് ഇൻ ഫോറസ്റ്റ് അല്ലേ? ലിവ്സ് ഇൻ ജംഗിൾ. ലയൺ എവിടെയാ താമസിക്കുക? കാട്ടിലാണ് അല്ലേ? ദിസ് ഇസ് എ വൈൽഡ് ആനിമൽ. ലയൺ എന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ്. ഇത് എവിടെയാണ് ഉണ്ടാകാറ്? കാട്ടിൽ തന്നെയാണ് താമസിക്കാറ് അല്ലേ? നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ടോ? ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇത്? ആരെങ്കിലും ഇതിന് വീട്ടിൽ വളർത്തുന്നുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? എയ്ഡൻ, എയ്ഡന്റെ വീട്ടിലുണ്ടോ ഇത്? ഇല്ല അല്ലേ? ഇതെന്താണ്? ഇത് വൈൽഡ് ആനിമൽ ആണ്. ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ ഇസ് കോൾഡ് വൈൽഡ് ആനിമൽ അല്ലേ? കാട്ടിൽ തന്നെ താമസിക്കുന്ന ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാ. സോ ലയൺ ഈസ് എ വൈൽഡ് ആനിമൽ അല്ലേ? സിംഹം എന്താണ്? കാട്ടിൽ തന്നെയാണ് അല്ലേ? എന്താണ്? കാട്ടിലെ രാജാവാണ് എന്ന് പറയാറുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ? കാട്ടിലെ രാജാവിന്റെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടോ? അപ്പൊ കാട്ടിലെ രാജാവാണ് സിംഹം എന്നാണ് പറയാറ് അല്ലേ? എന്താണിത്? ലയൺ. എല്ലാരും ഒന്ന് പറഞ്ഞേ, എന്താണിത്? വാട്ട് ഇസ് ദിസ്? ലയൺ. ലയൺ ഈസ് എ വൈൽഡ് ആനിമൽ. എന്താണ്? വൈൽഡ് ആനിമൽ ആണ് അല്ലേ? കാട്ടിലുള്ള ആനിമൽ ആണ്. ദിസ് ഇസ് എ വൈൽഡ് ആനിമൽ. കാട്ടിലെ രാജാവാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? പണ്ടത്തെ കഥകളിലൊക്കെ ആരുണ്ടാകാറുണ്ട്? സിംഹം ഉണ്ടാകാറുണ്ട് അല്ലേ? സിംഹം കാട്ടിലെ രാജാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥ കേട്ടിട്ടുണ്ടോ? So this is lion. This is a wild animal. Lives in jungle. Okay. Then ഇതാരാണ്? Who is this? ഇതാരാണ് ഷഹൽ? Dog. Yes, dog. Dog ആണ് അല്ലേ ഇത്? ഡോഗ്. ഇവരെവിടെയാ ഉണ്ടാവുക? കാട്ടിലാണോ വീട്ടിലാണോ ഉണ്ടാവുക? എവിടെയാണ്? വീടുകളിൽ വളർത്താറുണ്ട് അല്ലേ? പെറ്റായിട്ട് നമ്മൾ വളർത്താറുണ്ട്. ഇതെന്താണ്? വൈൽഡ് ആനിമൽ ആണോ? Is it a wild animal? വൈൽഡ് ആനിമൽ ആണോ? കാട്ടിൽ തന്നെയാണോ ഉണ്ടാകാറ്? നോ, ദിസ് ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഡൊമസ്റ്റിക് ആനിമൽ ആണ് അല്ലേ ഇത്? നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്താറുണ്ട്. നമ്മുടെ പെറ്റ്സ് ആയിട്ട് നമ്മൾ വളർത്താറുണ്ട് അല്ലേ? ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഡോഗ്? എത്ര പേരുടെ വീട്ടിലുണ്ട് ഡോഗ്? ഉണ്ടോ? ആരുടെ വീട്ടിലും ഇല്ലേ? ഏബൽ സിൻഡോന്റെ അടുത്തുണ്ട് അല്ലേ? വേറെ ആരുടെ വീട്ടിലും ഡോഗ് ഇല്ല? ഇല്ല അല്ലേ? എന്താണ്? ദിസ് ഇസ് എ ഡോഗ്. ദിസ് ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ അല്ലേ? ഡൊമസ്റ്റിക് ആനിമൽ ആണ്. നമ്മൾ ഇതിനെ വീട്ടിൽ വളർത്താറുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഇതിനെ കാണാൻ വേണ്ടി? ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ ഇതെന്താണ്? ഇതൊരു ഡൊമസ്റ്റിക് ആനിമൽ ആണ്. ഇത് നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ? നമ്മുടെ വീട്ടില് നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ ഡോഗ് ബാർക്ക് ചെയ്തിട്ട് നമ്മളെ ഇൻഫോം ചെയ്യും അല്ലേ? നായ കുരക്കാറുണ്ടല്ലേ നമുക്ക് അറിയാത്ത ആരെങ്കിലും ഒക്കെ വന്നാല്? അപ്പൊ നമ്മുടെ വീട്ടില് നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ? നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ആണ് അല്ലേ? യെസ്. ഓക്കെ. ദിസ് ഇസ് ഡോഗ്. ഇറ്റ്സ് എ വൈൽഡ് ആനിമൽ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ലയൺ ഇസ് എ lion is a wild animal and dog is a domestic animal അല്ലേ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് ഡോഗ്. Okay. Then next one. Can you identify this picture? Who is this? Who is this? Okay. ആരാണിത്? ഷിഫാന. ഷിഫാന അൺമ്യൂട്ട് ചെയ്തേ. Who is this? Can you identify this picture? ഇതാരാണ്? അൺമ്യൂട്ട് ചെയ്തേ. Goat. Yeah. This is goat അല്ലേ? ഇതെന്താണ്? ആടാണ് അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ആടാണ്. ഇതിനെ എന്താണ് പറയാറ്? goat എന്നാണ് പറയാറ്. This is goat അല്ലേ? And cow and goat gives us milk എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മളല്ല അല്ലേ പഠിച്ചത്?
നിങ്ങള് ഇത്തിരി കൂടെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോ പഠിക്കാനുണ്ട് അല്ലേ? നമുക്ക് ഇതെന്താണ്? ഇത് ഗോട്ടാണ്. നമുക്ക് പാല് തരാറുണ്ട് അല്ലേ ഇത്? എത്ര പേരുടെ വീട്ടിലുണ്ട് ഗോട്ട്? ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഓക്കെ, ലുബാബയുടെ അടുത്തുണ്ട്, റിയാന്റെ വീട്ടിലുണ്ട്, then എയ്ഡന്റെ അടുത്തുണ്ടോ? എയ്ഡൻ? യെസ്, എയ്ഡന്റെ വീട്ടിലുണ്ട്. കുറെ പേരുടെ അടുത്ത് എന്തുണ്ട്? ഗോട്ട് ഉണ്ട് അല്ലെ? ഗോട്ട് ഗിവ്സ് us മിൽക്ക്. നമുക്ക് പാലൊക്കെ തരാറുണ്ട് അല്ലേ ആട്? ഓക്കെ, ഇത് എന്താണ്? ആടാണ്. ഇതും എന്താണ്? ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് അല്ലേ? നമ്മള് നമ്മുടെ വീട്ടില് ഇതിനെ വളർത്താറുണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ വീട്ടില് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനെ വളർത്താറുണ്ട്. ഇത് നമുക്ക് എന്ത് തരും? പാല് തരാറുണ്ട് അല്ലേ? This is a goat. Goat. Goat is a domestic animal അല്ലേ? കാട്ടിലാണോ ഉണ്ടാവാറ് ഇത്? അല്ല അല്ലേ? നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്താറുണ്ട് ഇതിനെ. So this is a domestic animal. Okay. Dog is a domestic animal. Lives in our house അല്ലേ? നമ്മുടെ വീടുകളിലാണ് ഇവർ താമസിക്കാറ് അല്ലേ? അപ്പൊ ഇതെന്താണ്? ആടാണ്. ആട് എവിടെയാണ് ഉണ്ടാകാറ്? നമ്മുടെ വീടുകളിൽ നമ്മൾ അവരെ വളർത്താറുണ്ട് അല്ലേ? This is a goat. Goat is a domestic animal. Okay. Goat. അപ്പൊ ആടിന് എന്താ പറയാ? Goat അല്ലേ? Goat. Okay. Then next, നല്ല ഭംഗിയുള്ള ഒരാളുടെ പിക്ചർ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആള് നല്ല സുന്ദരിയാണ്, നല്ല ക്യൂട്ടാണ്. ആരാണെന്ന് നോക്കാലോ നമുക്ക്. Who is this? അറിയാമോ? കണ്ടിട്ടുണ്ടോ ഇതിനെ? എന്താണിത്? ഇതെന്താണ്? പുലിയാണ് അല്ലേ? പുലിയുടെ കുട്ടിയാണോ ഇത്? ആണോ? അതെ അല്ലേ? പുലിയുടെ ഒരു ചെറിയ കുട്ടിയാണല്ലേ ഇത്? ആണോ? അല്ല അല്ലേ? ഇത് എന്താണ്? ക്യാറ്റ് ആണ് അല്ലേ? ക്യാറ്റ്. ക്യാറ്റ് അല്ലേ ഇത്? യെസ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ദിസ് എ ക്യാറ്റ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ പെറ്റ്സ് ആയിട്ട് വളർത്താറുണ്ട്. നല്ല സ്നേഹിച്ച് ഓമനിച്ച് നമ്മൾ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് നല്ല കെയർ ചെയ്ത് ഇതിനെ വളർത്താറുണ്ട് അല്ലേ? ഇതെന്താണ്? ക്യാറ്റ് ആണ് അല്ലേ? പൂച്ച എങ്ങനെയാണ് കരയാറ്? ക്യാറ്റ് എങ്ങനെയാണ് കരയാറ് ഇഷാനി? എങ്ങനെയാണ് പൂച്ച കരയാറ്? കേൾക്കുന്നില്ല. Meow, 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 meow. ആ മതി മതി, അങ്ങനെയാണ് കരയാറില്ലേ? ഓക്കെ, എന്താണ്? ഇത് ക്യാറ്റ് ആണ് അല്ലേ? എങ്ങനെയാണ് ആദിശ്രീ ക്യാറ്റ് കരയാറ്? എങ്ങനെയാണ്? Meow, meow. ഇത്തിരി ഗൗരവമുള്ള ക്യാറ്റ് ആണല്ലോ അത്. ക്യാറ്റ് എന്താ പിണക്കാണോ? ക്യാറ്റ് എന്താണ്? ഓക്കെ, അപ്പൊ ആ ഇത് ക്യാറ്റ് ആണ് അല്ലേ? എങ്ങനെയാണ് എയ്ഡൻ? ക്യാറ്റ് എങ്ങനെയാണ് കരയാറ് എയ്ഡൻ? എയ്ഡൻ ജെ മാത്യു എങ്ങനെയാണ്? ഒന്ന് കാണിച്ചേ. കഴിഞ്ഞോ? ചെറിയ കരച്ചിലേ ഉള്ളൂ അല്ലേ? ഓക്കെ, മതി മതി. ദെൻ നിതാശക്കുട്ടി, എങ്ങനെയാണ് പൂച്ച കരയാറ്? കുഞ്ഞു പൂച്ചയാണ് അല്ലേ ഇത്? ഒരു ചെറിയ പൂച്ചയാണ് ഇപ്പൊ കരഞ്ഞത് അല്ലേ? ദെൻ ഉമർ, എങ്ങനെയാ പൂച്ച കരയാറ്? ഉമർ, കേട്ടിട്ടുണ്ടോ പൂച്ച കരയുന്നത്? ചെറിയ കരച്ചിലേ ഉള്ളൂ. കഴിഞ്ഞോ? ദെൻ അൻവിത, എങ്ങനെയാണ് അൻവിത? പൂച്ച എങ്ങനെയാണ് കരയാറ്? നോക്കട്ടെ ആരാ ഏറ്റവും നന്നായി കരയുന്നതെന്ന്. ഓക്കെ, വൺസ് അഗെയിൻ ഒന്നുകൂടെ കാണിച്ചേ. Meow, meow. ഓക്കെ, ദെൻ ലുബാബ, എങ്ങനെയാണ് പൂച്ച കരയാറ്? Meow, 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 meow. ഓക്കെ, ഷഹൽ, ഷഹലിന്റെ വീട്ടില് പൂച്ചയുണ്ട്. ഷഹൽ, എങ്ങനെയാണ് പൂച്ച കരയാറ്? ആ പൂച്ച എങ്ങനെയാ കരയാറ്? അങ്ങനെയാണ് അല്ലേ?
Then സിയ ഫാത്തിമ, മോളുടെ പൂച്ച എങ്ങനെയാ കരയാൻ നോക്കട്ടെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ, പെട്ടെന്ന് കരയും സിയ. എങ്ങനെയാണ് സിയ? എന്താണ് മടി? ഒന്ന് കരഞ്ഞേ നോക്കട്ടെ. ഓക്കെ, സിയയുടെ വീട്ടിലെ പൂച്ച അങ്ങനെയാണല്ലേ കരയാറ്? എങ്ങനെയാണ് ഹൈജോ? എങ്ങനെയാണ് ഒന്ന് കരഞ്ഞ ഉഷാറായിട്ട്? എങ്ങനെയാ പൂച്ച കരയാറ് നോക്കട്ടെ. ഭയങ്കര പൂച്ചയാണ് അല്ലേ? ഇതൊരു ഭീകരൻ പൂച്ചയാണെന്ന് തോന്നുന്നു. കണ്ടം പൂച്ചയാണോ ഹൈജോ? വലിയ കണ്ടം പൂച്ചയാണെന്ന് തോന്നുന്നു ഇപ്പൊ കരഞ്ഞത്. എങ്ങനെയാണ് റിയാൻ? റിയാന്റെ വീട്ടിലുള്ള പൂച്ച എങ്ങനെയാ കരയാറ്? ആ, ഓക്കെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള പൂച്ചയാണല്ലേ. Then ഫാത്തിമ മാഡം, okay. Then Abels ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ. Abel, can you hear me? Okay. 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 Then റഫാൻ, റഫാന്റെ വീട്ടിലുള്ള പൂച്ച എങ്ങനെയാണ് കരയാറ് റഫാൻ? ഓക്കെ, then ഇനി ആരാണ്? ഐവിൻ, ഐവിൻ ജോസഫ്. ഐവിന്റെ ക്ലാസ് കട്ടായി പോകുന്നുണ്ട് അല്ലേ? ഇനി ആരാണ്? ഇനി ഏത് പൂച്ചയാണ് കരയാൻ ബാക്കിയുള്ളത്? ഓക്കെ, ആദിഷ്. ആദിഷ് ചെയ്തില്ലല്ലോ മോനെ? ചെയ്തോ? ഇല്ലല്ലോ. ആ, ഒന്ന് കരഞ്ഞു. അങ്ങനെയാണോ പൂച്ച കരയാറ്? ഓക്കെ, ഓക്കെ, അപ്പൊ പൂച്ചകൾ അങ്ങനെയാണ് കരയാറ് അല്ലേ? ദെൻ ഷിഫാന, എങ്ങനെയാണ് ഷിഫാനയുടെ വീട്ടിലുള്ള പൂച്ച കരയാറ്? ഓക്കെ, ഫാത്തിമ സിദ്ദീഖ്, എന്താണ് ലേറ്റ് ആയത്? അൺമ്യൂട്ട് ചെയ്തേ. ഫുഡ് കഴിക്കാൻ താമസിച്ചു അല്ലേ? കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കല്ലേ? 10 മണിക്കാണോ ഫുഡ് കഴിക്കാറ്? ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കണം കേട്ടോ. വാട്ട് ഇസ് ദിസ്? ഇതെന്താണ്? ക്യാറ്റ്. ഫാത്തിമയുടെ വീട്ടിൽ ക്യാറ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? പൂച്ച കരയുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ക്യാറ്റ് കരയാറില്ലേ? അപ്പോ ക്യാറ്റ് ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ അല്ലേ? ഇതൊരു ക്യാറ്റ് ആണ്. ക്യാറ്റ് എന്താണ്? ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് അല്ലേ? നമ്മുടെ പെറ്റ്സ് ആയിട്ട് ഇവരെ വളർത്താറുണ്ട് ഇല്ലേ? എങ്ങനെയാണ്? നന്നായിട്ട് സ്നേഹിച്ച് നമ്മൾ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് എന്താണ് ഇവരെ വളർത്താറുണ്ട് അല്ലേ? ദിസ് ഇസ് എ ക്യാറ്റ്. ഓക്കെ, ക്യാറ്റ് ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. അവർ പെറ്റ്സ് ആനിമൽ ആണ് അല്ലേ? നമ്മൾ നല്ല സ്നേഹത്തിൽ ഓമനിച്ച് താലോലിച്ച് പേരൊക്കെ ഇട്ടിട്ട് വളർത്താറുണ്ടല്ലേ ഇവരെ. ഓക്കെ, then next, who is this? ആരാണ് ഇതെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? ആർക്കാണ് അറിയുന്നത് ഇത് ആരാണെന്ന്? ഓക്കെ, ഓക്കെ, കുറേ പേർക്ക് അറിയാം. നമുക്ക് അൻവിതയോട് ചോദിച്ചു നോക്കാം. Who is this, Anvita? Sheep. Okay. Okay, sheep. Sheep എന്ന് വെച്ചാൽ എന്താണ്? Sheep. യെസ്, ചെമ്മരിയാടാണ് അല്ലേ? ചെമ്മരിയാട്, ഷീപ്പ്. ഇതിന്റെ ദേഹത്ത് എന്തുണ്ട്? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
തിക്ക് ആയിട്ടുള്ള ഹെയർ ഉണ്ട് അല്ലേ? വെരി സോഫ്റ്റ് ആൻഡ് തിക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള എന്തുണ്ട്? ഹെയർ ഉണ്ട് അല്ലേ? ഹെയർ. കുറെ രോമങ്ങൾ ഉണ്ടല്ലേ ഇതിന്റെ ദേഹത്ത്. ഇതെന്ത് ചെയ്യും? ഈ കട്ടിയുള്ള ഈ തിക്കായിട്ടുള്ള ഈ ഹെയർ ആണ് കട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇതിങ്ങനെ ഈ ആടിനെ ഈ ഷീപ്പിനെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ദേഹത്തുള്ള ഈ ഹെയർ ഇല്ലേ ഇതിങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് പോവും. എന്തിനാണ്? ഇറ്റ് ഇസ് മേക്ക് വൂളൻ അല്ലേ? കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ നല്ല തണുപ്പ് കാലത്ത് എന്ത് ചെയ്യും? നല്ല വൂളൻ ഡ്രസ്സൊക്കെയാണ് ഇടാറില്ലേ രാവിലെ? ഇപ്പൊ ഡിസംബർ ജനുവരിയിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യാറ്? നല്ല കട്ടിയുള്ള വൂളൻ ഡ്രസ്സൊക്കെ വെയർ ചെയ്യാറുണ്ട് അല്ലേ? കമ്പിളി വസ്ത്രങ്ങൾ അല്ലേ? അതെന്താണ്? ഇറ്റ് കീപ്സ് us warm. നമ്മളെപ്പോഴും ചൂടായി വെക്കും അല്ലേ? കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നല്ല ചൂടുള്ളത് പോലെ ഫീൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള തിക്ക് ഹെയർ ഇല്ലേ? കട്ടിയുള്ള ഹെയർ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്ത് എടുത്ത് കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുക? കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ വൂളാണ്. വൂൾ. ഇതിന്റെ ദേഹത്തുള്ള ഇതാണ് വൂൾ, കമ്പിളി അല്ലേ? അപ്പൊ ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള തിക്ക് ഹെയർ ആണ് ക്ലീൻ ചെയ്ത് കൊണ്ടുപോയിട്ട് എന്താക്കുക? കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുക അല്ലേ? നമ്മളെപ്പോഴും തണുപ്പ് കാലത്തൊക്കെ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ. ഓക്കെ, ദിസ് ഇസ് ഷീപ്പ്. എന്താണിത്? ഷീപ്പാണ് അല്ലേ? ദിസ് ഇസ് നോട്ട് എ വൈൽഡ് ആനിമൽ, ദിസ് ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ ഓൾസോ. ഇതെന്താണ്? പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വളരാറില്ല അല്ലെ? ഇവര് കൂടുതലായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആരുണ്ടാവുക? ഷീപ്പിനെ വളർത്താറ് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇതാരാണെന്ന് പറയാമോ? ഹു ഈസ് ദിസ്? Can you identify this picture? Who is this? ആരാണിത്? ഓക്കെ, ഫസ്റ്റ് ആരാണ്? നമ്മുടെ നമ്മുടെ നിറ്റാഷ കുട്ടി പറയാൻ വേണ്ടി പോകുന്നുണ്ട് ആരാണെന്ന്. Donkey. യാ, ദിസ് ഇസ് ഡോങ്കി. ഡോങ്കി ആണ് അല്ലേ ഇത്? ഇതെന്താണ്? വൈൽഡ് ആനിമൽ ആണോ? നോ, ഇവരെന്താണ്? ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് അല്ലേ? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇവരെ വളർത്താറുണ്ട് അല്ലേ? ഇവരൊക്കെ എന്താണ്? ദേ ക്യാരി ലോഡ്സ്. ഇവര് നമ്മുടെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഇവരുടെ പുറത്ത് എന്ത് ചെയ്യാറുണ്ട് നമ്മള്? ദിസ് ഇസ് എ ഡോങ്കി. ഓക്കെ, എന്താണിത്? ഡോങ്കി ആണ് അല്ലേ? ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ഉണ്ട് അല്ലേ ഒരു ഡോങ്കിന്റെ പിക്ചർ? ഓക്കെ, ദിസ് ഇസ് എ ഡോങ്കി. ഡോങ്കി ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ അല്ലേ? നമ്മൾ ഇവരെ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ വീട്ടിൽ വളർത്താറുണ്ട്. ദ ക്യാരി അവർ ലോഡ്സ്. നമ്മുടെ ലോഡല്ലേ? നമ്മുടെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇവരുടെ പുറത്ത് കയറ്റി കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഓക്കെ, this is a donkey. Okay, then can you identify this? Who is this? Horse. Okay, this is horse. Horse എന്ന് വെച്ചാൽ എന്താണ് ഇഷാനി? Horse എന്ന് വെച്ചാൽ എന്താണ് ഇഷാനി? എന്താണ് ഹോഴ്സ് എന്ന് വെച്ചാൽ? എന്താണ് ഇഷാനി? അൺമ്യൂട്ട് ചെയ്തേ. കുതിര. കുതിരയാണ് അല്ലേ? കുതിര. ദിസ് ഈസ് ഹോഴ്സ് അല്ലേ? ഇതിനെ എന്താ പറയാ? കുതിര എന്നാണ് പറയാറില്ലേ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ ഇത്? ഉണ്ടോ? ഹോഴ്സ് റൈഡിംഗ് ഒക്കെ നടത്താറുണ്ട് അല്ലേ? കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? പോകാറുണ്ട് അല്ലേ? പണ്ട് വളരെ ലോങ് എഗോ അല്ലേ? പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് എന്തുണ്ട്? കുതിര വണ്ടിയൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? ഇപ്പോഴാണ് മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ വന്നത് അല്ലേ? നമ്മുടെ കാറും ഓട്ടോറിക്ഷയും ബസ്സും ഒക്കെ ഇപ്പോഴാണ് വന്നത്. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യാറുണ്ട്? കുതിര വണ്ടി ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും കുതിര വണ്ടിയിൽ കയറിയിട്ടുണ്ടോ? ഹോഴ്സ് ഇങ്ങനെ വലിച്ചു കൊണ്ട് പോകുന്ന വണ്ടികൾ ഉണ്ട് അല്ലേ? ഫാത്തിമ മെഹറിൻ കയറിയിട്ടുണ്ടല്ലേ കുതിര വണ്ടിയില്? എവിടുന്നാണ് കയറിയത് മോളെ ഫാത്തിമ? ഫാത്തിമ. ഫാത്തിമ മെഹറിൻ കുതിര വണ്ടിയില്
കയറിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ലുബാബ. ലുബാബ എവിടെ കുതിരവണ്ടിയിൽ കയറിയത്? പാർക്കിൽ നിന്നല്ലേ? അപ്പൊ ഇപ്പോഴെന്താണ് റോഡിൽ കൂടെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും കുതിരവണ്ടി പോവാറില്ല അല്ലെ? പക്ഷെ എന്താണ് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഹോഴ്സ് റൈഡിങ്ങും കുതിരവണ്ടിയും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പൊ പണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഒന്നും വന്നിട്ടില്ലാത്ത സമയത്തൊക്കെ 2 കുതിരകളെ ഇങ്ങനെ കെട്ടിയിട്ടാണ് എന്ത് ചെയ്യാറ്? അങ്ങനത്തെ വണ്ടിയിലാണ് ആളുകൾ യാത്ര ചെയ്തിരുന്നത് അല്ലേ? കുതിരവണ്ടി. ഓക്കെ, ദിസ് ഇസ് എ ഹോഴ്സ്. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടി പണ്ട് കാലത്ത് ഡോങ്കിനെ പോലെ തന്നെ യൂസ് ചെയ്താണല്ലേ നമ്മുടെ ലോഡ്സ് ഒക്കെ ക്യാരി ചെയ്ത് പോവാറുണ്ട് ഇവരും. ഇപ്പോഴാണ് എന്താണ് ഇപ്പോഴും ചില ആളുകളൊക്കെ ഹോഴ്സിന് വളർത്താറുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ചുരുക്കം ചില ആളുകളുടെ വീട്ടിലൊക്കെ എന്തുണ്ട്? ഹോഴ്സ് ഉണ്ട് അല്ലേ? ഹോഴ്സ്. ചില ആളുകൾ ഇപ്പോഴും ഹോഴ്സിനെ വളർത്താറുണ്ട് അവരുടെ വീട്ടിൽ. നമ്മുടെ നാട്ടില് നമ്മുടെ ഇവിടെ കുറച്ച് കുറവാണ്. എന്നാലും എന്താണ് ചില ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇത്. ദെൻ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളുടെ പിക്ചറാണിത്. Who is this? ആരാണിത്? ഇതെന്താണ്? ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റിയാൻ, എന്താണിത് റിയാൻ? ഓക്കെ, ദിസ് ഇസ് എ കൗ. ഇതെന്താണ്? ഒരു കൗ ആണ് അല്ലേ? കൗ എന്ന് വെച്ചാൽ എന്താണ്? പശു അല്ലേ? നമ്മൾ ഇതിനെ എന്ത് ചെയ്യാറുണ്ട്? വീട്ടിൽ വളർത്താറുണ്ട്. ഇതെന്താണ്? ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് അല്ലേ? കൗ gives us മിൽക്ക്. നമ്മൾ നേരത്തെ ആടിനെ പറഞ്ഞ പോലെ അല്ലേ? ആട് നമുക്ക് എന്ത് തരും? പാല് തരും. അതുപോലെ തന്നെയാണ് കൗവും അല്ലേ? കൗ നമുക്ക് പാല് തരാറുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ ഇതിനെ വളർത്താറുണ്ട്. നമുക്കിത് പാലും തരാറുണ്ട് അല്ലേ? ഇത് എത്ര പേരുടെ വീട്ടിലുണ്ട് കൗ? ഷിഫാനയുടെ അടുത്തുണ്ട്. വേറെ ആരുടെ അടുത്തുണ്ട്? റിയാന്റെ വീട്ടിലുണ്ടോ? റിയാൻ, കൗ ഉണ്ടോ? ഇല്ല. ഓക്കെ, ദിസ് ഇസ് എ കൗ. നമ്മൾ ഇതിനെ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ? ഏബലിന്റെ വീട്ടിലുണ്ടോ? ഏബൽ, കൗ ഉണ്ടോ? നോ. ഓക്കെ, അപ്പോ ഇതെന്താണ്? കൗവാണ് അല്ലേ? കൗ ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. കൗ ഗിവ്സ് us മിൽക്ക്. നമുക്ക് എന്ത് തരാറുണ്ട്? പാല് തരാറുണ്ട്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ ഇവരെ വളർത്താറുണ്ട് അല്ലേ? കൗ. ഓക്കെ, ദെൻ ഒരാൾ കൂടി ഉണ്ട്. Who is this? ആരാണിത്? ഇതിനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് എന്താണ് നോക്കിയേ? പൂച്ചയാണോ? എന്താണിത്? എന്താണ് ഷിഫാന ഇത്? This is a rabbit. ഇത് റാബിറ്റ് ആണ് അല്ലേ? റാബിറ്റ്. ഇത് എവിടെ ഉണ്ടാകാറുണ്ട്? കാട്ടിലും ഉണ്ടാകാറുണ്ട്. ദെൻ ഇതിനെ നമ്മൾ വീടുകളിൽ വളർത്താറുമുണ്ട് അല്ലേ? റാബിറ്റ് നമ്മുടെ പെറ്റ് ആനിമൽസ് ആയിട്ട് നമ്മൾ ഇതിനെ വളർത്താറുണ്ട്. ഇത് നമ്മുടെ പെറ്റ് ആനിമൽസ് ആണ് അല്ലേ? നമ്മൾ ഇവരെ നമ്മുടെ കാറ്റിനൊക്കെ വളർത്തുന്ന പോലെ എന്ത് ചെയ്യാറുണ്ട്? നല്ല സ്നേഹത്തിൽ നമ്മൾ ഇതിനെ പെറ്റ്സ് ആയിട്ട് നമ്മൾ ഇതിനെ വളർത്താറുണ്ട്. ദെൻ ഇതെന്താണ് ഇഷാനി? എന്താണിത്? പശുവാണോ? ആടാണോ? ഇതെന്താണ്? ദിസ് ഇസ് എ എലിഫന്റ്. എലിഫന്റ് ആണ് അല്ലേ? ആനയാണല്ലേ ഇത്? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? അപ്പൊ ഇതെന്താണ്? ഇതൊരു എലിഫന്റ് ആണ്. അപ്പൊ ഇത് ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ? കാടുകളിലാണ് ഇവര് ഉണ്ടാകാറ്. ദെൻ നാട്ടിലും ഉണ്ടാകാറുണ്ട് അല്ലേ? നമ്മുടെ ഹോഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ചില വീടുകളിൽ ആനകളെ വളർത്താറുണ്ട്. ബട്ട് ഇപ്പൊ വളരെ കുറവാണ് അല്ലേ? ഇതെന്താണ്? എലഫന്റ് ആണ്. ഇതിന്റെ നിറം എന്താണ്? ബ്ലാക്ക് ആണ് അല്ലേ?
പറയുകയാണെങ്കിൽ ഇതെന്താണ്, ഒരു വൈൽഡ് ആനിമൽ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ലിവ്സ് ഇൻ അവർ, നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ. വളരെ ചുരുക്കമായി ആണ്. ഹോഴ്സിന് പറഞ്ഞ പോലെ തന്നെ മുൻപൊക്കെ വീടുകളിൽ ആനയെ വളർത്താറുണ്ടായിരുന്നു അല്ലേ. അതെന്താണ്, ഒരു ക്രെഡിറ്റ് ആണ് അല്ലേ, വീട്ടിൽ ആനയുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. എന്നാലും വളരെ ചുരുക്കം ആളുകൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഇവരുണ്ടാകാറുണ്ട്. ഓക്കെ, ദെൻ ഇനിയും കുറേ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ട്. ദെൻ നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. നമുക്ക് എന്താണ്, ഈവനിങ്ങിൽ ഒരു ക്ലാസ് കൂടി ഉണ്ട് അല്ലേ. ദെൻ ആ ടൈമിൽ നമുക്ക് അൻവിത where are you, ആ ടൈമിൽ നമുക്ക് ഒന്നുകൂടെ ഇതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഒന്നുകൂടെ ദെൻ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുറേ ആനിമൽസിന്റെ ഒക്കെ പേര് കളക്ട് ചെയ്തിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്തൊക്കെ ആനിമൽസ് ഉണ്ട്, അതിൽ ഏതൊക്കെയാണ് കാട്ടിലുണ്ടാവുന്ന ആനിമൽസ്, ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ്, ഏതൊക്കെയാണ് നമ്മുടെ പെറ്റ്സ് ആനിമൽസ് എന്നൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് വരിക. ഓക്കെ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, then bye, see you in our next class. Okay, bye.